സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഓരോ പെണ്ണും ആ ഒരു കറുത്ത ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കണേ. ഇസ്ലാമിനൊന്നും ആരും എതിരല്ല. നമ്മളെപ്പോഴും സുന്ദരമായി നടക്കാനും സുന്ദരമായി സംസാരിക്കാനും വിദ്യാഭ്യാസം നേടാനും സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യന് ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്ന് ആ ഒരു ഫ്രീഡം ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിവുള്ള നേതാവാണ്. അതെൻ്റെ പേഴ്സണൽ കേട്ടോ. ഹീസ് എ പേഴ്സൺ. ഒന്ന് വളരെ കുറച്ച് മാത്രം സംസാരിക്കണം. എനിക്ക് പേഴ്സണലി പരിചയമില്ലാത്ത ഒരാളും പിണറായി വിജയനെ, ബാക്കി അച്ചുമാമനെ വരെ ഞാൻ പേഴ്സണലി അറിയായിരുന്നു. കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലെ നയിക്കുന്ന പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷി. മഹാരാഷ്ട്രയിൽ അതിശക്തമായ വേരോട്ടമുള്ള പാർട്ടിയാണ്. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ആ പാർട്ടി വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. കേരളത്തിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ തൻ്റെ പാർട്ടിക്ക് കഴിയുമെന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കേന്ദ്രമന്ത്രിയായ രാംദാസ് അത്തേവാല പറഞ്ഞിരുന്നു. അതിൻ്റെ ചുവടുപിടിച്ച് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി ഡോക്ടർ നുസ്രത്ത് ജഹാനെ കേന്ദ്രമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ട് കേരളത്തിൽ സജീവമായ പ്രവർത്തനം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതിൻ്റെ ചുമതലയാണ് ഡോക്ടർ നുസ്രത്ത് ജഹാനെ കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ണാണ് കേരളം. അവിടെ ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഗൃഹപാഠം നടത്തിയിട്ടുണ്ട് RPI. ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിലും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും RPIയും ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന പ്രഖ്യാപനത്തിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും NDAയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് രാഷ്ട്രീയ വിവാദങ്ങൾക്കും കേന്ദ്രമന്ത്രി തുടക്കമിട്ടിട്ടുണ്ട്. നമ്മളോടൊപ്പം RPIയുടെ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നുസ്രത്ത് ജഹാൻ ചേരുകയാണ്. ആദ്യം തന്നെ കേരളത്തിൽ RPI എന്ന പാർട്ടിയുടെ വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ട് കണ്ണൂരിൽ നിങ്ങളുടെ സംസ്ഥാന ക്യാമ്പ് നടന്നു, സംസ്ഥാന കൗൺസിൽ നടന്നു. അതിൽ താങ്കളെ സംസ്ഥാന പ്രസിഡന്റായി പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ടിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്? നമ്മളെ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ബേസ് ലെവലിൽ ദളിത് പിന്നോക്ക ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു സംസ്ഥാനം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈവൻ ട്രൈബൽ ഏരിയ, ആ ട്രൈബൽ ഏരിയയിലും ഒന്നും കടന്നു ചെന്നിട്ടില്ല. ഏത് പാർട്ടി ഭരിച്ചിട്ടും ആ അംബേദ്കറുടെ സ്വപ്നങ്ങളിലുള്ള ആശയങ്ങൾ ഇവിടെ എത്തിയോ ചോദിച്ചാൽ ഇല്ല. നമ്മൾ മേലെ ലെവലിൽ കാണുന്ന അതൊന്നും അവരുടെ വിഷയമല്ല. വീടില്ലാത്തവർ, വിദ്യാഭ്യാസം കിട്ടാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ, സ്പോർട്സ് മേഖലയിൽ ഒരു വളർച്ചയൊന്നും പിന്നോക്ക വിഭാഗത്തിന് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മൾ കേന്ദ്രത്തിൽ ഇരുന്ന് കഴിഞ്ഞ 6 വർഷമായിട്ട് നിരീക്ഷിച്ച് ഇതിനുള്ള വ്യക്തമായ റിപ്പോർട്ട് ഡൽഹിയിൽ വെച്ച് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രോജക്റ്റിനെ വെച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 1000 സ്കൂളിൽ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ, ആൻറ്റി ഡ്രഗിനെതിരെ ആൻറ്റി ഡിറ്റക്ഷൻ സെൻറ്ററിനും സോഷ്യൽ ജസ്റ്റിസ് മിനിസ്ട്രീൻ്റെ വക ഫണ്ടുകളുണ്ട്. അത് കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. ഓൾറെഡി അത് ഞങ്ങൾ കണ്ണൂരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ഇൻസ്പയറിംഗ് ടീം എന്ന പോലെയാണ് നമ്മൾ ഈ വോളിബോൾ ടൂർണമെൻറ്റും വോളിബോൾ ടീമിനെ സ്പോർട്സിലേക്ക് ആകർഷിക്കുക യുവതലമുറയെ. അപ്പോൾ അതുപോലെ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാത്ത ഏരിയകളിൽ റോഡ്സ്, ഇപ്പോൾ 2-3 സ്ഥലത്ത് ഇടുക്കിയിൽ വരെ നമ്മൾക്ക് ആ പിന്നോക്ക മേഖലയിലുള്ള റോഡിന് വേണ്ടി വയനാട്ടിലൊരു റോഡിന്, അപ്പോൾ വയനാട്ടിലപ്പോൾ മന്ത്രി ചോദിക്കുന്നുണ്ടായിരുന്നു, അത് രാഹുൽ ഗാന്ധി പ്രിയങ്കയെ നോക്കൂലേ, അവരടുത്ത് കൊടുത്തിട്ടില്ലേന്ന്. ഇവിടെ കണ്ണൂർ വന്ന് നിവേദനം തന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ഏറ്റെടുത്ത് പോവുക. അതുപോലെ കേന്ദ്രത്തിന് എന്താണോ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കേരളത്തിലേക്ക് എന്നുള്ളത് കൊണ്ടാണ് ഒരു ദേശീയ ഉപാധ്യക്ഷയെ തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കാൻ കാരണം. ഞാനൊരു പ്രസിഡൻ്റ് സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് അതിലുപരി നമ്മുടെ പ്രോജക്ട്സ്, പ്രധാനമന്ത്രി ഇവിടെ തന്നിട്ടുള്ള ആ പ്രോജക്ട്സ് എങ്ങനെ ജനങ്ങളിൽ അത് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് നടത്താൻ പറ്റില്ല. നമ്മളിപ്പോൾ നോർത്തിലൊക്കെ എല്ലാം ഉണ്ട്. ആ മിനിസ്ട്രീനെ തന്നെ ഉൾപ്പെടുത്തിയാണ് SC ST ആയാലും ഡിസേബിൾഡ് ആയാലും
പിന്നെ ട്രൈബൽസിൻ്റെ ആണെങ്കിലും എല്ലാം നമ്മൾ ആ മിനിസ്ട്രീനെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിക്കുക, ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി. അപ്പോൾ അതുപോലെയുള്ള ഇത് വരുമ്പോൾ അവയർനെസ് വന്നു ജനങ്ങളിലേക്ക്. അത് നമുക്കിപ്പം നോർത്ത് ഈസ്റ്റിൽ നമ്മൾ കണ്ടു, മണിപ്പൂർ BJP-നേക്കാളും മുന്നിൽ നിൽക്കുന്നത് നമ്മളെ പാർട്ടിയാണ്. ഇതുകൊണ്ടാണത്, അവരിടയിൽ ഇറങ്ങിച്ചില്ല. അപ്പോൾ ആ വോട്ട് ചെയ്യാനോ രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയാത്ത കുറേ ജനങ്ങൾ ഇപ്പോഴും നമ്മളെ കേരളത്തിലുണ്ട്. ഇതൊന്നും അറിയാത്ത, സോഷ്യൽ മീഡിയയോ ഒന്നും അറിയാത്ത, അവരിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. അവർക്ക് വേണ്ട ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികളിലും അമ്മമാരിലുമുള്ള സ്ത്രീകളെ വിഷയങ്ങൾ. കാരണം ഒരു സ്ത്രീ നാരീശക്തിയാണ് എന്ന് പ്രധാനമന്ത്രി എപ്പോഴും രാജ്യത്തിൻ്റെ ശക്തി, ലോകത്തിൻ്റെ ശക്തി പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ മാത്രം നമ്മൾ കാണുന്ന ലാക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് നാരീശക്തി. നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാർ മുന്നിൽ പഠിച്ചവരിൽ നിന്ന് ശക്തി ഉണ്ടാക്കിയോണ്ട് അത് കിട്ടില്ല. ഓരോ വീട്ടിലെ അമ്മമാർക്കും നോർത്തിൽ ഇപ്പം ഏറ്റവും അധികം വോട്ട് നരേന്ദ്രമോദിക്ക് കിട്ടിയ ആ ടോയ്ലറ്റ് 11 കോടിയോളധികം ടോയ്ലറ്റ്സ് കൊടുത്തു. ഗ്യാസ് എന്നും ഒരു വീട്ടമ്മേൻ്റെ ഏറ്റവും വലിയ പ്രയാസങ്ങളായിരുന്നു. അതുപോലെയുള്ള പദ്ധതികൾ കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. അത് ഞങ്ങൾക്കേ സാധിക്കൂ. കാരണം അത് ആ ലെവലിൽ ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി പ്രധാനമന്ത്രിക്ക് പോലും അറിയാം ഞങ്ങൾ എങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിൽ പ്രവർത്തിച്ചത്, എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വലിയ രീതിയിലുള്ള ഈ കൗൺസിലൊക്കെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ നിരവധി പേർ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ, ഏത് രീതിയിലാണ് എല്ലാ ജില്ലകളിലും കമ്മിറ്റി രൂപീകരിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടൊക്കെ, അതൊക്കെ തുടങ്ങിയോ? എല്ലാ ജില്ലകളിലും കമ്മിറ്റിയായി. ഈ ഒരു കൺവെൻഷനോട് കൂടി പലരും പല പാർട്ടികളിൽ നിന്ന് CPM എന്ന് വരെ ഇതിലേക്ക് ആൾക്കാർ കണ്ണൂരിൻ്റെ മണ്ണിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിലുപരി ജനങ്ങളിലേക്ക് എത്തുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു നേതാവിനെ, ആ നേതാവ് എന്നുള്ള നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളാണ് ശ്രീ രാംദാസ് അത്തേവാല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ പോലും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ NDAയിലേക്ക് ഇൻവൈറ്റ്. നമ്മളൊരു എന്താണ് വികസിത ഭാരതം എന്ന് പറയുമ്പോൾ വികസിത കേരളം ഉണ്ടോ ചോദിച്ചാൽ ഇന്നലെ പത്രക്കാർ ചോദിക്കേണ്ടായി കോഴിക്കോട് നിന്ന് 28% GST ഹോൾഡിംഗ് ആണ് കേന്ദ്രം. എന്തുകൊണ്ട് അത് കേരളത്തിന് കൊടുക്കുന്നില്ല? അങ്ങനെ ഒരു ഫണ്ട് ഇവിടെ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത ഒരു ഫണ്ടും മന്ത്രി അതിന് കൊടുത്ത മറുപടി, ഹോൾഡ് ചെയ്യുന്ന ഒരു ഫണ്ടും കേന്ദ്രം ഹോൾഡ് ചെയ്യില്ല. ഞാൻ ഡൽഹിയിൽ ചെന്ന ഉടനെ ആ 28% GST നമ്മൾ അത് കേരളത്തിന് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും. ഇതുപോലെ പ്രവർത്തിക്കുക. അപ്പോൾ ആ പറഞ്ഞത് കേട്ടു കേന്ദ്രം. അപ്പോൾ കേന്ദ്രം എന്നുള്ള ഒരു, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മന്ത്രി പ്രവർത്തിക്കുന്ന പോലെ അതെങ്ങനെ എത്തിച്ച് ഇത്ര കാലത്തിൽ അതേപോലെ കേരളത്തിലേക്ക് പദ്ധതികൾ എത്തിക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നമല്ല, ഒരു യാഥാർത്ഥ്യത്തിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതുള്ള ഒരു ദൗത്യമായിട്ടാണ് ഞാൻ ഈ സ്ഥാനത്തേക്കും കൂടി വന്നത്. അല്ലെങ്കിൽ 2 സ്ഥലത്തു നിന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഹോംവർക്ക് ഡണ്ണാണ്. കേരളത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഹോംവർക്ക് അവിടെ ഇരുന്ന് ഡണ്ണാണ്. കേന്ദ്രത്തിലെ നമ്മുടെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയാണ് രാംദാസ് അത്തേവാലെ. അദ്ദേഹത്തിന് കേരളത്തിലും ഈ തൻ്റെ പാർട്ടി ഒന്ന് ശക്തിപ്പെടും എന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, അദ്ദേഹത്തിന് കാരണം അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കേരളത്തിലുണ്ട്. അതിന് ഇടപെടാൻ പറ്റിയ നേതാക്കന്മാരോ സാമൂഹ്യ ഇതെന്നോ ഒരാൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാം ഇവിടെ ഒതുങ്ങി, ഇവിടുത്തെ ഇടതും വലതും ഒതുങ്ങി പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് കേന്ദ്രം കൂടെ എൻ്റെ തന്നെ എക്സ്പീരിയൻസിലുണ്ട്. പല സ്ത്രീകൾക്ക് ഏറ്റവും അധികം സംവരണം കൊടുക്കുകയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഓരോ പെണ്ണും ആ ഒരു കറുത്ത ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കണേ. ഇസ്ലാമിനൊന്നും ആരും എതിരല്ല. നമ്മളെപ്പോഴും സുന്ദരമായി നടക്കാനും സുന്ദരമായി സംസാരിക്കാനും വിദ്യാഭ്യാസം നേടാനും സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യന് ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്ന് ആ ഒരു ഫ്രീഡം ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് അതിനു പോലുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലുള്ള അതിന് വേണ്ടി തന്നെ 1600 കോടിയോളം ഒരു കൊല്ലം നമ്മുടെ ഫണ്ടുണ്ട്. ആ ഫണ്ടിനൊന്നും കേരളം ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ ഏത് വിധത്തിൽ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത്, ഇപ്പോൾ പിന്നെ വൃദ്ധസദനങ്ങൾ, പിന്നെ ഓൾഡ് ഏജ് ഹോം, പിന്നെ ഈ സ്പോർട്സ് കോട്ടയിലുള്ള ഡിസേബിൾഡിനുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ സ്കൂളിനെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനത്തെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുക. കാരണം ഇന്ന് ലോകത്തിൽ ഒരു 10 കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടി ഡിസേബിൾഡാണ്. അതാണ് നമ്മളെ കണക്ക്, ഗവൺമെൻറ് എടുത്തു വെച്ച കണക്ക്. അതുപോലെ വരുന്ന 2040 ആകുമ്പോഴത്തേക്കും ലോകത്തിലെ ഏറ്റവും അധികം വൃദ്ധരുണ്ടാവുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയായിരിക്കും.
ഇന്നിപ്പോൾ ജപ്പാനിലുള്ള പോലെ. നമ്മളാരും ഇത്ര കാലം 10 കൊല്ലം മുമ്പേ വരെ ഇതിനൊന്നും ആരും പ്രിപ്പയർഡ് അല്ല. നമ്മളെല്ലാം വിചാരിച്ചെങ്ങനെ പോകും. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയാസും ലൈവായി വന്ന കാലഘട്ടത്തിൽ ഈ 2040 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാങ്കേതികമായി എത്ര പോയാലും ഇവിടുത്തെ ജനങ്ങളെ നോക്കാം. കാരണം നമ്മളെല്ലാം ഇവിടുത്തെ മക്കളെല്ലാം പോയി കഴിഞ്ഞു, വിദേശത്തേക്ക് ജോലി ചെയ്ത് സെറ്റിൽ ചെയ്ത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടിടുക എന്നുള്ള ഒരു രീതി. ആ രീതിനെ നമ്മളെങ്ങനെ അവിടെ ഇത്രയും ആൾക്കാർ, ഒരമ്മേനെ നോക്കാൻ പറ്റാത്തടത്ത് അച്ഛനെ നോക്കാൻ പറ്റാത്ത 100ഓളം അമ്മമാരെ ഒരു NGO നടത്തുക. അപ്പോൾ അതിനൊക്കെ എത്രമാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്ത് അവർക്കൊരു ഹോംലി ഫീലിംഗ് കൊടുക്കുക, അതൊക്കെ നേരിട്ട് ഇടപെടും. ഓരോ വൃദ്ധസദനങ്ങളും എങ്ങനെ അവിടെയൊക്കെ നമ്മളെങ്ങനെ പ്രവർത്തിക്കും. കാരണം ഈ നിൽക്കുന്ന ലൈവോ നമ്മളെ വിഷയമല്ല. ഇവിടെ വലിയ ആൾക്കാർ എന്ത് ചെയ്യണോ, അവിടെ സ്വർണം കടത്തിയോ, ഇവിടെ സ്വർണം, അതൊന്നും സാധാരണക്കാരൻ ആരും സംസാരിക്കുന്ന പോലില്ല, അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് ആവശ്യം എന്താണ്? അവരെ നല്ല ഗുഡ് ഷെൽട്ടർ. അതാണല്ലോ ഏറ്റവും മനുഷ്യൻ്റെ വലിയൊരു ഡ്രീം പറയുന്നത്, അവൻ്റെ കിടപ്പാടാണ്. അതില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് സെക്കൻഡറി ബാക്കി ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ അവർ നോക്കുകയുള്ളൂ. ഒന്ന് കിടക്കാനൊരിടം, സ്വസ്ഥമായിട്ട് വയോധികരെ. അപ്പം ജപ്പാനൊക്കെ ചെയ്ത പോലെയുള്ള ഒരു വലിയ പ്രോജക്റ്റ് നരേന്ദ്രമോദിയുടെ അണ്ടറിൽ, സോഷ്യൽ ജസ്റ്റിസിൻ്റെ അണ്ടറിൽ നമ്മളിവിടെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കേരളം അങ്ങനെ തന്നെയായിരിക്കും. ഇതുപോലെയുള്ള പുതിയ പുതിയ പദ്ധതി, പുതിയതല്ല പക്ഷേ നമ്മൾ സാഹചര്യത്തിനനുസരിച്ചുള്ള പദ്ധതികളുമായിട്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുന്നേറ്റം ഉണ്ടാവുക. അത് എല്ലാ ജാതിഭേദമന്യേ ഇവിടെ അതൊന്നും സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. ഒരു ഇന്ത്യൻ്റെ മഹാരാജ്യത്ത് വന്ന് എല്ലാം ഇന്ത്യക്കാരെന്നുള്ള ആ ഒരു ഇതിൽ ഒരേ മനസ്സോടെ, ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയമാണ് അംബേദ്കറിൻ്റെ സ്വപ്നം പോലെ നമ്മൾ നടത്തുന്നത്. സ്ത്രീകളൊന്നും ഈ മതത്തിൻ്റെ പേരിൽ തളച്ചിടപ്പെടേണ്ടവരല്ല എന്നതുകൂടിയാണോ നിങ്ങളുടെ ഒരു പ്രഖ്യാപനം? തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി എനിക്കതാണ്. മതത്തിൻ്റെ പേരിൽ തളച്ചിടണ്ട. വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. ആക്ച്വലി മൈനോറിറ്റിയിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരേ ഇല്ല. ആ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ അതിൽ 50% അകത്തിരിക്കുക. എന്തുകൊണ്ട്? മതത്തിൻ്റെ പേരിൽ. അവിടെ പോയി ജോലി ചെയ്യാൻ പാടില്ല, ഇവിടെ പോയി ജോലി ചെയ്യാൻ പാടില്ല, ഈ കോളേജിൽ തട്ടിട്ടില്ലെങ്കിൽ, മകം കെട്ടിയിട്ടില്ലെങ്കിൽ പഠിക്കാൻ പാടില്ല. അത് നിഷേധമാണ്. അത് മനസ്സിലാവുന്നില്ല. അത് മതമല്ല ശരിക്കും, സ്ത്രീകൾ അടിച്ചമർത്തല. അവിടെ ഒരു പൊളിറ്റിക്സും ഇല്ല, മതവും ഇല്ല. ആ സ്ത്രീ മുന്നോട്ട് വന്ന സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് അയക്കാൻ പാടില്ല. 3-ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് വീട്ടിലിരുത്തി 12 വയസ്സാകുമ്പോൾ കെട്ടിച്ചയക്കുക എന്നുള്ള ഒരു സമ്പ്രദായമാണ് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട്. നമ്മളൊക്കെ പഠിച്ച് ഇവിടെ എത്തുമ്പോൾ അതിനൊരു മാറ്റം വന്നത് എന്താണ്? വിദ്യാഭ്യാസം കിട്ടി. ആ വിദ്യാഭ്യാസം കിട്ടിയാലും എവിടെ? 50% എവിടെ? അവർക്കൊരു ലീഡർഷിപ്പ്, ആ ഒരു ഇതിന് സ്വാതന്ത്ര്യം, ആ തളച്ചിട്ട കാരണത്തിനുള്ളൊരു സ്വാതന്ത്ര്യം. അല്ലാതെ ഒരു മതത്തിൻ്റെ എതിരല്ല, ഇസ്ലാമിൻ്റെ എതിരല്ല, ഒരു പാർട്ടിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല. അയാൾ ഒരു പ്രോജക്ട്സും അദ്ദേഹം ഇന്ന ജാതിക്ക് പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ല. ഏറ്റവും അധികം കിട്ടിയത് മുസ്ലിം സ്ത്രീകൾക്കാണ്. മുത്തലാഖ് ബില്ല്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഈസിയായി. ഈ മുസ്ലിം സമുദായത്തിന് BJP എതിരായതുകൊണ്ട് NDAയിലേക്ക് ഇങ്ങനെ മറ്റ് പാർട്ടികൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വരുന്നില്ല എന്നൊക്കെയുള്ള ഒരു പ്രചരണമുണ്ടല്ലോ. ശരിക്കും നരേന്ദ്രമോദി എന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. മുസ്ലിം വിരോധിയാണോ ശരിക്കും? ഇല്ല, നരേന്ദ്രമോദിനെ എനിക്ക് ഗുജറാത്ത് തൊട്ടറിയാം. ഞാൻ എയർലൈനിൽ ഇരിക്കുന്ന കാലം അമിത്ഷാ. എൻ്റെ രാഷ്ട്രീയ ബന്ധം ഇവരും RSS ടീമൊക്കെ ഒന്നായിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ രാഷ്ട്രീയ ബന്ധമല്ല, ആസ് ഒരു കോർപ്പറേറ്റിൻ്റെ ലെവലിൽ അവരെ കണ്ട. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇതെല്ലാം അതിൻ്റെ ഇടയിലുള്ള ഒരു പൊളിറ്റിക്സ് കളിച്ചതാണ്. ഒരിക്കലും അദ്ദേഹം ഒന്നും ഒരു മുസ്ലിങ്ങളും വിരോധിയല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വരെ ഒരുപാട് മുസ്ലിങ്ങൾ, ഇന്ത്യൻ സെക്യൂരിറ്റി ഹെഡ് വരെ മുസ്ലിമുണ്ട്. അവരെയൊക്കെ സംഘീന്ന് വിളിക്കുന്നതിന് എന്നെ വിളിക്കണ പോലെ ആ സെക്യൂരിറ്റി ഹെഡിനെ പോലും വിളിക്കുന്ന ആൾക്കാരുള്ള രാജ്യം. പക്ഷേ രാജ്യത്തിൽ ഈ ഒരു ചെറിയ പ്ലാനറ്റ് മാത്രമേ അതൊന്നും മനസ്സിലാക്കാത്തുള്ളൂ. ഈവൻ കാശ്മീരിലെ ജനങ്ങൾ പോലും മനസ്സിലാക്കി ഞങ്ങൾക്ക് നരേന്ദ്രമോദി എതിരല്ല. ഇതെല്ലാവരും ഇവിടെ സ്വസ്ഥമായി രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു രാജ്യത്തുള്ള കാര്യങ്ങൾ പ്രോജക്റ്റിൽ പോണവർക്കും ഏത് മതമോ എന്ത് സംസ്കാരം വേണമെങ്കിലും അവർ സ്വന്തം അതാക്കാം. മറ്റൊരാളിലേക്ക് കടന്നു ചെല്ലാതിരുന്നാൽ പോരെ. എതിർക്കാതെ ഇരിക്കുകയാണല്ലോ നമ്മളെ കൾച്ചർ. അതാണല്ലോ ഭാരതം നമ്മൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ മതങ്ങളെയും എല്ലാ ആശയങ്ങളും വന്നോട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു പരമ്പര സൂക്ഷിച്ചിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം തന്നെയാണ് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത്. ഡോക്ടർ, എങ്ങനെയാണ് താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി മാറിയത്? രാഷ്ട്രീയ പ്രവർത്തകയായി മാറിയല്ല, സത്യത്തിൽ ഞാൻ ചെയ്ത വർക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു ലേബിൾ കിട്ടിയെന്നേ ഉള്ളൂ. എയർലൈൻ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് കസ്റ്റമർ സർവീസാണ്
ജനങ്ങൾക്ക് എത്രത്തോളം സഹായം ചെയ്യാൻ പറ്റും യാത്രാ സൗകര്യങ്ങൾ. ഇന്ത്യൻ വ്യോമയാന രംഗത്ത് ഓപ്പൺ ഐസ് സർവീസ് പ്രഖ്യാപിച്ച വന്നതിൽ ആദ്യത്തെ എയർലൈനായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. ആ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിലൂടെ ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ എയർലൈനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ അവിടെ സർവീസ് കൊടുക്കുക, എത്ര ലോകവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ട്രെയിനിങ്ങിലൂടെ പഠിച്ചത്. അപ്പോൾ ഇവിടെയും പൊളിറ്റിക്സിലും എന്താണ്, ആവശ്യക്കാരനോട് ചിരിച്ച് സംസാരിക്കുക, അവന് വേണ്ടത് കൊടുക്കുക, അവൻ്റെ ഷൂവിൽ നിന്ന് നമ്മളെ ട്രെയിനിങ് പറയാം, യു ബി ഇൻ ദ കസ്റ്റമേഴ്സ് ഷൂസ്, ഡോണ്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ് വെൻ യു ആർ ഇൻ ദ കൗണ്ടർന്ന് നമ്മളെ ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. സോ അതന്നെയാണ് ഞാനിവിടെ, എനിക്ക് അതേ പ്രവർത്തിക്കാൻ പറ്റൂ. പിന്നെ ഞാൻ കുറച്ച് സിസ്റ്റമാറ്റിക്കാണ്, കാരണം നമ്മൾ കോർപ്പറേറ്റ് ലെവലിൽ ട്രെയിൻഡ് ആയതുകൊണ്ട് ദിസ് ഷുഡ് ബി ലൈക്ക് ദിസ്, നമ്മൾ പെർഫെക്റ്റ് ആവണം. നമ്മൾ മിസ്റ്റേക്സ് വരുത്തുക എന്നുള്ളത് നമ്മളെ കാര്യമല്ല, നമ്മൾ ഡബിൾ ചെക്കല്ല ത്രിബിൾ ചെക്കാണ് ഒരു സാധനം. കാരണം എയർലൈനിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല. ആ ഒരു ആശയമാണ് ഞാനിവിടെ എൻ്റെ ടീമിനോട് പറയുക. നമ്മളെ വായിന്ന് നമ്മളെ പ്രവൃത്തിയിൽ ഒരു തെറ്റ് എന്ന് പറഞ്ഞ് വരരുത്. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ യു ക്യാൻ ബെൻഡ് ദ റൂൾസ് ബട്ട് ഡോണ്ട് ബ്രേക്ക് ദ റൂൾസ്. അതാണ് നമ്മളെ പോളിസി. എവിടെയാണ് ജനിച്ചതും പഠിച്ചതുമൊക്കെ? ഞാൻ ജനിച്ചത് മാവൂരിൽ, കോഴിക്കോട് മാവൂരിൽ. ഗോളിയ റൈൻസിൻ്റെ ഒരു ഗ്രാമം, ഒരു കൊച്ചു ഗ്രാമം, ഒരു വലിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഇൻഡസ്ട്രിയൽ ഗ്രാമമായി മാറി എന്ന് ലോകം അറിയണേ. അപ്പോൾ പാൻ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു വില്ലേജ് തന്നെ പറയാതെ, ഒരു പുഴയുടെ തീരത്ത്. അപ്പം കുട്ടിക്കാലം തൊട്ടേ പഠിച്ചതും വളർന്നതും ഭാഷകളും ഒക്കെ അവരുടെ ഇടയിൽ എഴുകിപ്പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡൽഹിയിൽ സെറ്റിൽ ചെയ്തപ്പോൾ പോലും എനിക്ക് പഞ്ചാബീസും ഗുജറാത്തീസും ഒന്നും എനിക്ക് അന്യരല്ല. കാരണം എൻ്റെ കുട്ടിക്കാലം സ്കൂൾ കാലത്തിൽ, പിന്നെ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലാണ്. കോൺവെൻറ്റ് സ്കൂളിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ പഠിച്ച് സിസ്റ്റേഴ്സിൻ്റെ കൂടെ താമസിച്ച്. അപ്പോൾ ജീവിത രീതികളിൽ അവിടെ എനിക്കൊരു ചിട്ടുണ്ട്. കാരണം കോൺവെൻറ്റ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ സിസ്റ്റേഴ്സ് നമ്മളെ പക്കയായിട്ട് ഭയങ്കര ഡിസിപ്ലിൻഡ് ആൻഡ് വെൽ, ഒന്നിനും നമ്മളൊരു ഇതുപോലെ മിസ്റ്റേക്ക് ഇല്ല, ലാഗിങ് ഇല്ലാത്ത ഒരു സ്റ്റൈൽ പഠിച്ചു. പിന്നെ ബാക്കി പഠിച്ചത് +2 വന്നപ്പോൾ തന്നെ എയർലൈനിൽ വന്നു. പിന്നെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനാണ്, ഫാറിനിൽ നിന്നാണ് ഡിഗ്രി എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയിൽ MBA എടുത്തു. എമിറേറ്റ്സിലിരിക്കുന്ന കാലത്താണ് അതെടുത്ത്. ആ ഏവിയേഷൻ സെക്യൂരിറ്റിയിൽ MBA എടുത്തോടുകൂടി ലോകം മുഴുവനും ഉള്ളൊരു കണക്ഷൻ കിട്ടി നമ്മൾ. കാരണം ഒരു സ്ഥലത്ത് ഇരുന്ന് ഈ ഇപ്പോൾ ഹോട്ടലിൽ താമസിച്ചപ്പോൾ ഞാൻ ഇവിടെ എല്ലാ കടകളും ആൾക്കാരും എല്ലാം കണ്ടു. ഞങ്ങൾ നടന്നു പോയി ചായ കുടിച്ചു, ആൾക്കാരെ സംസാരിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റിലുള്ള നോക്കുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കോണ്ടാക്ട്സ് വെച്ച് ആ രീതിയിൽ വളർന്നു വന്ന് എയർലൈനും കഴിഞ്ഞ് കിംഗ്ഫിഷർ എയർലൈൻസിൻ്റെ സൗത്ത് ഇന്ത്യ ഹെഡായിരിക്കുമ്പോഴാണ് പൂട്ടിപ്പോയത്. അത് കഴിഞ്ഞ് പിന്നെ സാമൂഹ്യ രംഗം നമ്മൾ ഒരുപാട് കാലം സ്വസ്ഥമായി വലിയ ശമ്പളത്തോടും ആർഭാടത്തോടും ഒക്കെ ജീവിച്ച്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയെല്ലാം ഞാൻ ചെയ്തു വെച്ചു കഴിഞ്ഞു. എനിക്ക് അത്ര വലിയ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും വേറെ ഇല്ല. അപ്പം ഇനി ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുക, നമ്മളിവിടെ ജീവിച്ചതിന്. പഠിക്കുന്ന കാലത്തൊക്കെ ഈ കുട്ടി രാഷ്ട്രീയം ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു? രാഷ്ട്രീയ കുടുംബത്തിൽ തന്നെയാണ് ഞാൻ. മുസ്ലിം ലീഗുമായിട്ട് വളരെയധികം ബന്ധമുള്ള രാഷ്ട്രീയ കുടുംബത്തിൽ. കാരണം ഞങ്ങളെ മാവൂരിലാണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യൂണിയൻ ഉണ്ടായി. എളമരം കരീമും ET ബഷീറൊക്കെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സ്. അവരെയൊക്കെ രാഷ്ട്രീയവും അവരെന്താ പറയണേ അവരുടെ കാര്യങ്ങളും ക്യാമ്പയിൻസും കണ്ട് പിന്നെ ഒരു വലിയൊരു ഇൻഡസ്ട്രി എങ്ങനെ പൂട്ടിക്കുക എന്നുള്ളതാണ് ആദ്യം രാഷ്ട്രീയക്കാരെ പറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങി. അത് ചെയ്യണത് ഗോളിയ റൈൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അവിടുന്ന് 2 മന്ത്രിമാരുണ്ടായി. പക്ഷേ വലിയൊരു സാമ്രാജ്യം അടച്ചുപൂട്ടി ഒരുപാട് ആൾക്കാരെ തൊഴിലില്ലാതായപ്പോൾ രാഷ്ട്രീയക്കാർ അവിടെയൊക്കെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വൈ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ദേ ആർ ഗിവിങ് സർവീസ് ടു ദ പീപ്പിൾ അല്ലേ, കമ്മ്യൂണിറ്റി. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എത്ര പേര് ജോലി ഇല്ലാതാവണോ അവരെ ഗ്രാഫ് ഇങ്ങനെ ഉയരണം. അതിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഞാൻ ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടീൻ്റെ കൂടെ പോകാഞ്ഞതും. ഒരു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എങ്ങനെ പോയി എന്ന് വെച്ചാൽ ഐ വോണ്ട് ടു വർക്ക്. അതൊരു കോർപ്പറേറ്റ് ലെവൽ ഐ ക്യാൻ വർക്ക് ക്ലോസ്ലി വിത്ത്. അവിടെ എനിക്ക് പ്രതിപക്ഷമില്ല, ഒന്നുമില്ല. പ്രതിപക്ഷ ബഹുമാനത്തോടെ ഗവൺമെൻറ്റിനെ ഡെമോക്രസീനെ എങ്ങനെ നമ്മൾക്ക് ജനങ്ങളിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ പഠനം തന്നെയാണ്, വന്ന രീതിയുമാണ് ഈ ലെവലിൽ. അപ്പോൾ ആ രാഷ്ട്രീയമൊക്കെ അറിയുന്നു, കാണുന്നു, വായിക്കുന്നു. ജോലി എയർപോർട്ടിലും എയർലൈനിലും ആണെങ്കിലും എന്നും രാഷ്ട്രീയക്കാരെ നമ്മൾ ദിവസം കാണില്ല എയർപോർട്ടുകളിൽ. RPI NDAയുടെ ഘടകകക്ഷിയാണ്, മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ്, കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വമുണ്ട്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ശക്തമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ?
നമ്മളാദ്യം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം നമ്മൾ ശ്രമിക്കാതിരിക്കരുതല്ലോ. ഇവർ NDA നമുക്ക് സീറ്റ് തരുമോ കേരളത്തിൽ എന്നുള്ള നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ വന്ന നിബിൻ ജിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, നമ്മൾക്കിവിടെ കുറച്ച് സീറ്റ്സ് വേണം. അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ ഒരുപാടൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ അവർ മാന്യമായി സീറ്റ് തരും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സീറ്റുകളിൽ നമ്മൾ മത്സരിക്കും. സ്വന്തമായി RPI നമുക്ക് ശക്തമായിട്ട് നേതാക്കളുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കും. നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പ്രവർത്തനം എന്തായാലും ഉണ്ടാകും. അതിൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാൻ ആലോചിക്കുന്നുണ്ടോ? അതും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് തീരുമാനിച്ചില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു സീറ്റിൽ എവിടെയെങ്കിലും ഞങ്ങൾ മത്സരിക്കും, അത് തീർച്ചയായും. കാരണം നമ്മൾ അറിഞ്ഞ കുറേ കാര്യങ്ങൾ ജനങ്ങളിലെത്തിയിട്ടുണ്ട്. എല്ലാം ഒന്നും സോഷ്യൽ മീഡിയകളോ ഒന്നും ഇതുണ്ടാവില്ല. പക്ഷേ ജനങ്ങളെ വോട്ടല്ലേ നമ്മൾക്ക് വേണ്ടേ. ആ ലെവലിൽ നമ്മൾ കണ്ണൂരിനെ അറിയിച്ചിട്ടുണ്ട് എന്താണ് നമ്മളെ പദ്ധതി. എന്താണ് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പൊതുവായി ഒരു ഇങ്ങനെ മാറി നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്? ഒരു LDF പറയുന്നു മൂന്നാം ഭരണം LDFന് ഉണ്ടാകുമെന്ന്, ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് UDFും പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അനലൈസ്? എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലൊരു ഭരണമാറ്റത്തിന് സാധ്യതയുണ്ടോ? UDF വരാൻ സാധ്യതയുണ്ടോ? അല്ല LDF തന്നെ തുടരാനാണോ സാധ്യത? രണ്ടും പിന്നെ ഇപ്പോൾ ഈ ഓരോ ഇതിൽ നമ്മൾ രാഷ്ട്രീയം ഒഴിച്ചു നിർത്തി മാറ്റി നോക്കുമ്പോൾ ഇവിടെ കാണുന്ന കുറേ പ്രശ്നങ്ങൾ, ജനങ്ങളിൽ എത്തിയ കുറേ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾക്ക് എപ്പോഴും എതിരാളി ആരാണോ കേന്ദ്രത്തിൽ, അതന്നെ ഇവിടെയും നമ്മളെ എതിരാളിയായിട്ട് കാണണം. നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ ശക്തമായിട്ട് പിന്നെ എല്ലാവരെയും എതിർക്കും. ബാക്കി സ്ഥലത്ത് BJPൻ്റെ ശക്തമായിട്ടുള്ളതൊന്ന് കൊടുത്ത്, കാരണം ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. ഇവർ തമ്മിൽ അടികൂടുന്ന ഒരു രാഷ്ട്രീയമാണ് കാണുന്നത്. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതമാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഇതന്നെയാണ് നമ്മളീ കേരളവും അതിന് തന്നെ പുറപ്പെടണം. അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ 10 കൊല്ലത്തിൽ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. കേരളത്തിലെ തുടർഭരണം വേണമെങ്കിൽ പിണറായി വിജയൻ NDAയുടെ ഭാഗമാകണം എന്നാണ് കേന്ദ്രമന്ത്രി രാംദാസ് അത്തവാല പറഞ്ഞത്. അതെ, വരാൻ ഇൻവൈറ്റ് ചെയ്യണ എന്താണ്, അദ്ദേഹം കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അപ്പം നമുക്ക് ഒന്നിച്ച് ശക്തമായി മുന്നോട്ട് പോവുക, മറ്റാരെയും നമ്മൾ അടുപ്പിക്കാണ്ടിരിക്കുക. അത് അവരെയും ശത്രു ഞങ്ങളെയും ശത്രു ഒരാളാണ്. അപ്പം നമ്മൾ ഒന്നിച്ച് നിന്നാലല്ലേ ശത്രുപക്ഷത്തിനെ തോൽപ്പിക്കാനാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം നല്ലത് ചെയ്തു എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് പറയണതും ഒക്കെ എവിടെയാണോ ലാഗ് ചെയ്യണത് അത് നമ്മൾക്ക് സാധിച്ചു കൊടുക്കാനും അവരങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി എന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിവുള്ള നേതാവാണ്. കഴിവുള്ള നേതാവാണ്. അതെൻ്റെ പേഴ്സണലാട്ടോ. ഹീസ് എ പേഴ്സൺ. ഒന്ന് വളരെ കുറച്ച് മാത്രം സംസാരിക്കണം. എനിക്ക് പേഴ്സണലി പരിചയമില്ലാത്ത ഒരാളും പിണറായി വിജയനെ, ബാക്കി അച്ചുമാമനെ വരെ ഞാൻ പേഴ്സണലി അറിയായിരുന്നു. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ ഹീസ് എ ബിഗ് ലീഡർ. ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഹീ ക്യാൻ ഡു എനിത്തിങ്. പക്ഷേ എല്ലാത്തിലും ഒരു കാര്യമുണ്ട്, നമ്മൾ പറയണേ എന്ത് കൊള്ളാം മറ്റേതെന്നൊക്കെ പറയുമ്പോൾ കൂടുള്ള ആൾക്കാരെ ഒരുപാടൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവസാനം ഇപ്പോൾ ഓരോ കാര്യങ്ങളും അവസാനം എത്തുമ്പോൾ അതിനൊരു റിസൾട്ട് വരുന്നുണ്ട്. അത് കേന്ദ്രവും വാച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ പൊളിറ്റിക്കലി നമ്മൾ എതിര് പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഐ ലൈക്ക് ഹിസ് പേഴ്സണാലിറ്റി. ആ ഒരു രീതിയിൽ തന്നെയാണല്ലേ. എന്തായാലും ഇവിടെയൊക്കെ ഉണ്ടാകും. RPI അതിശക്തമായി പ്രവർത്തനമുണ്ടാകും. കണ്ണൂരിൽ ഉൾപ്പെടെ കമ്മിറ്റികൾ വരും. കേരളത്തിൽ വ്യാപകമായ പ്രവർത്തനമുണ്ടാകും. സജീവ സാന്നിധ്യമായി കേരളത്തിലുണ്ടാകും. അതെ, സജീവ സാന്നിധ്യമായി കേരളത്തിലെ ഓരോ കോണിലും ഞങ്ങൾ RPI ഉണ്ടാവും. അതുതന്നെയാണ് പറയാനുള്ളത്. ഇലക്ഷൻ കാലഘട്ടത്തിലും നല്ലൊരു ഭരണമാറ്റത്തിന് ഒരു പുതിയൊരു ചാൻസ് NDAക്ക് ഒരു ചാൻസ് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കട്ടെ. ഇവർ രണ്ട് കൂട്ടരും മാറി മാറി ഭരിച്ചിട്ട് കിട്ടാത്തത് ഒറ്റ ചാൻസ് മതി. 5 കൊല്ലം കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ തിരിച്ചു കുത്താമല്ലോ. അപ്പോൾ ആ ഒരു ചാൻസ് NDAക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളോടും പറയാനുള്ളത്. RPIയിലേക്ക് എന്തുകൊണ്ട് വരണം? RPI ആണ് ഏറ്റവും അധികം ഡൗൺ ലെവൽ തൊട്ട് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു പാർട്ടി. കാരണം പിന്നെ അവിടെ ഈ ഒരു സ്വപ്നങ്ങൾ ഏത് ആൾക്കും, ഞങ്ങളെ നേതാക്കന്മാരെ ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവർ അവർക്കൊക്കെ അവസരം കൊടുക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ അതാണ് സംഭവിച്ചത്. മഹാരാഷ്ട്ര പണമോ സ്ഥാനമോ അവരുടെ വേറെ എന്തെങ്കിലും നോക്കിയിട്ടല്ല ഇവിടെ ഒരു ആൾക്കൊരു സ്ഥാനം. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക. രാഷ്ട്രീയത്തിലേക്കും നമ്മൾ ഈ വിഭാഗത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരണം. അംബേദ്കറുടെ പ്രതിപുരുഷനായിട്ടാണ് നിങ്ങൾ രാംദാസ് അത്തവാലയെ കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അതേപോലെ ആ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ അത്രയും അധികം ഈ രാജ്യത്തിൻ്റെ ആർക്കിടെക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അംബേദ്കറിനെ പറയുന്ന പോലെ
ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഈ 11 കൊല്ലവും ഇത്രയധികം ജനങ്ങളിലെത്തിയ നിങ്ങൾ അയാളുടെ റൂട്ടുകൾ പരിശോധിച്ചറിയാം. ഇത്ര ട്രാവൽ ചെയ്ത് ഓരോ ജനങ്ങളുടെ ചെറിയ ചെറിയ പരിപാടികൾ പോലും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രതിപുരുഷൻ, അയാളുടെ ഡ്രീംസ് ഇവിടെ നടപ്പാക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എപ്പോഴും അത്രയും വലിയൊരു ലീഡറാണ്, ദ ലയൺ ലീഡർ ഓഫ് ഇന്ത്യ എന്ന് തന്നെ നമ്മൾ രാംദാസ് അഠവാലെ പറയും. എന്തായാലും വലിയ സ്വപ്നങ്ങളുണ്ട് ഡോക്ടർ നുസ്രത് ജഹാന്. അതായത് RPI എന്ന പാർട്ടി, അത് മഹാരാഷ്ട്രയിൽ അതിശക്തമായ സാന്നിധ്യമുള്ള പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ രാംദാസ് അത്തേവാല നയിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കേരളത്തിലും അതിശക്തമായ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഡോക്ടർ നുസ്രത് ജഹാൻ പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ സജീവ സാന്നിധ്യമായി തൻ്റെ പാർട്ടി ഉണ്ടാവും, താനുണ്ടാകും എന്നുകൂടി പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ നുസ്രത് ജഹാൻ. എന്തായാലും ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കടക്കുമ്പോൾ NDAയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് RPIക്കും ഒരു പങ്കാളിത്തം കേരളത്തിലും നൽകണമെന്ന്. അത് നൽകിയില്ലെങ്കിൽ സ്വന്തമായ നിലയിലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ തന്നെയാണ് RPI തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.